എല്ലാവർക്കും ബ്ലൂ സ്കൈ ഹോംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീട് കോട്ടയം ജില്ലയിൽ പാല കോട്ടയം റൂട്ടിൽ മുത്തോലിക്ക് സമീപമായിട്ടുള്ള വീടാണ്. 9.25 സെൻറ്റ് സ്ഥലത്ത് 1780 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. കിഴക്ക് ദർശനമാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. അതിമനോഹരമായിട്ടുള്ള ഒരു 3 ബെഡ്റൂം വീടാണിത്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ മുൻവശം വരുന്നത്. ഗേറ്റ് തുറന്ന് നമ്മളകത്തേക്ക് കയറുമ്പോൾ ആദ്യം കാണുന്നത് ബാംഗ്ലൂർ സ്റ്റോൺ ഇട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ചെയ്തിരിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു മുറ്റമാണ്. വീടിൻ്റെ മുൻവശത്തു കൂടി പോകുന്ന ടാറിംഗ് റോഡാണ് നമ്മൾ ഈ കാണുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയാണ്. മുത്തോലി ടൗണിലേക്കൊക്കെ ചെറിയ ദൂരത്തിൽ മാത്രം പോകാൻ പറ്റുന്ന ഒരു മേഖലയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ യാതൊരുവിധ പ്രകൃതിക്ഷോഭങ്ങളും ബാധിക്കാത്തൊരു മേഖലയാണ്. വറ്റാത്ത കിണർ വെള്ളം ലഭിക്കുന്ന ഒരു സ്ഥലമാണ്. കിണറിൻ്റെ മുകൾ വശത്തൊക്കെ നെറ്റ് ചെയ്തിട്ടുണ്ട്. കേരള സ്റ്റൈലിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു വീടാണ്. ഈ വീടിൻ്റെ മുകൾ വശം പൂർണ്ണമായിട്ടും റൂഫ് ചെയ്തിട്ടുണ്ട്. ഗ്യാസൊക്കെ പുറത്ത് വയ്ക്കാനുള്ള സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ വീടിൻ്റെ ചുറ്റുവട്ടം ഒന്ന് കണ്ടിട്ട് വരാം. വീടിൻ്റെ പണിയുടെ അവസാന ഘട്ടത്തിലാണ്. കുറച്ച് ഈ സാധനങ്ങളൊക്കെ ഇവിടുന്ന് മാറാനുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു അലക്കല്ല് കൊടുത്തിട്ടുണ്ട്. പൈപ്പ് കണക്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. വേസ്റ്റ് കത്തിക്കാനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട്. വാട്ടർ പ്യൂരിഫയർ കൊടുത്തിട്ടുണ്ട്. നല്ല മനോഹരമായിട്ടുള്ള ഒരു ഡിസൈനിൽ നല്ലൊരു എഞ്ചിനീയറുടെ പ്ലാനിൽ നിർമ്മിച്ചിരിക്കുന്ന നല്ലൊരു വീട്. പാലാ ടൗണിൽ നിന്ന് ഏകദേശം ഒരു 4 കിലോമീറ്റർ ദൂരമാണ് ഈ വീട്ടിലേക്കുള്ളത്. ബ്രില്യൻ്റ് സ്റ്റഡി സെൻറ്റർ, ചേർപ്പങ്കൽ പള്ളി, ഇതിലേക്കൊക്കെ ഏകദേശം അതുപോലെ മെഡിസിറ്റി ഹോസ്പിറ്റലെല്ലാം ഒരു 2 കിലോമീറ്റർ 1 കിലോമീറ്റർ 2 കിലോമീറ്റർ ദൂരത്തിലുള്ളതാണ്. ഇതാണ് നമ്മുടെ വീടിൻ്റെ ഒരു മുൻവശമാണ്. കുറച്ച് ഗാർഡൻ വർക്കുകളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗം മാത്രം ചിപ്സാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഒരു മുൻവശം. സിറ്റ് ഔട്ടിൻ്റെ ആ ഭാഗം തൊട്ട് ഏറ്റവും മുറ്റത്തിൻ്റെ അങ്ങേ അറ്റം വരെ ബാംഗ്ലൂർ സ്റ്റോൺ ഇട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് വെച്ചിട്ടുണ്ട്. നല്ല വലിപ്പമുള്ളൊരു കാർ പോർച്ച് നമുക്കിവിടെ കാണാവുന്നതാണ്. നല്ലൊരു ഭംഗിയിൽ ആണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. നല്ലൊരു ഡിസൈൻ തന്നെയാണ്. നമുക്ക് വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങൾ കാണാം. ഇതാണ് നമ്മുടെ വീടിൻ്റെ സിറ്റ് ഔട്ടിലേക്ക് കയറുകയാണ്. സിറ്റ് ഔട്ട് പൂർണ്ണമായിട്ടും ഗ്രാനൈറ്റ് ആണ് ഇട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പില്ലറുകളിലൊക്കെ നല്ല ക്ലാഡിംഗ് ടൈലുകളൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. പുതിയ വീടുകളുടെയൊക്കെ പണി നടക്കുന്ന ഒരു മേഖലയാണ്. നല്ല ഉയരത്തിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. റോഡിൽ നിന്നും കുറച്ചുകൂടി ഉയരത്തിലായിട്ട് നല്ല തലയെടുപ്പോടുകൂടി നിൽക്കുന്ന ഒരു വീടാണ്. 9.25 സെൻറ്റ് സ്ഥലവും 1780 സ്ക്വയർ ഫീറ്റുമാണ് ഈ വീടിൻ്റെ വിസ്തീർണം. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞതാണ്. സിറ്റ് ഔട്ടിലാണെങ്കിലും ഫാനുകൾ, LED ലൈറ്റുകൾ, ഫാൻസി ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. തേക്കിൻ തടിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു ഫ്രണ്ട് ഡോറാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കട്ടള ആഞ്ഞിലിയാണ് വരുന്നത്. അത് തേക്കിൻ തടിയിൽ തന്നെ പാനൽ ചെയ്തിട്ടുണ്ട്. നല്ല മനോഹരമായിട്ടുള്ള ഒരു ടൈല്, നല്ല വലിപ്പമുള്ളൊരു സ്വീകരണ മുറി, ഇൻറ്റീരിയർ വർക്കുകളൊക്കെ ധാരാളമായി ചെയ്തിട്ടുണ്ട്. നല്ല ജിപ്സം സീലിങ്ങുകൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു പ്രെയർ ഏരിയ എന്നുള്ള രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബ്ലൈൻഡ് കർട്ടൻസ് എല്ലാം ജനലിലെല്ലാം ചെയ്തിട്ടുണ്ട്. ഫാൻസി ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. പാർട്ടീഷനിലെല്ലാം നല്ല ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. അതിൽ ലൈറ്റുകളും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ വീടിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ നമുക്കൊരു നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു വീടാണ്. ഇതൊരു ഡൈനിങ് ഏരിയയും ഫാമിലി ലിവിങ്ങും കൂടെ ഒരുമിച്ചുള്ള ഒരു രീതിയിലാണ് ഈ ഒരു ഹാള് നിർമ്മിച്ചിരിക്കുന്നത്. ഏറ്റവും അങ്ങേയറ്റത്തായിട്ട് നമ്മുടെ ഒരു TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗം നമുക്ക് ഡൈനിങ് ഏരിയ ആയിട്ട് എടുക്കാവുന്നതാണ്. ജനലുകളിലെല്ലാം കർട്ടൻ റൂമുകളിലും ഇട്ടിട്ടുണ്ട്. നമുക്ക് റൂമുകൾ അകത്തേക്ക് കാണാം. ഇവിടെ നല്ല മനോഹരമായിട്ട് തന്നെ TV യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. താഴെയൊക്കെ 2-3 കബോർഡുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല വലിപ്പമുള്ള ഹാളാണ് വന്നിരിക്കുന്നത്. ലിവിങ്ങും ഡൈനിങ്, ഫാമിലി ലിവിങ്, ഇങ്ങനെയാണ് ആ വാതിൽ തൊട്ട് ഈ അറ്റം വരെ വരുന്ന ഒരു പോർഷൻ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഒരു ആദ്യത്തെ ബെഡ്റൂം വരുന്നത്. ഹാളിൻ്റെ ഇടതുവശത്തായിട്ട് ഏറ്റവും ഇങ്ങേ അറ്റത്ത് ബെഡ്റൂം. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ്.
1750 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമായിട്ട് കൊടുത്തുകൊണ്ട് തന്നെ എല്ലാ ബെഡ്റൂമിനും നല്ല വലിപ്പമുണ്ട്. അതോടൊപ്പം തന്നെ AC പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്, ജനൽ കർട്ടൻ കൊടുത്തിട്ടുണ്ട്, ട്യൂബ് ലൈറ്റുകൾ. ഇതിൻ്റെ സ്വിച്ച് ബോർഡുകളെല്ലാം വരുന്നത് V-ഗാർഡിൻ്റെ സ്വിച്ച് ബോർഡുകളാണ് വരുന്നത്. കേബിളുകളും V-ഗാർഡിൻ്റെ കേബിളുകളാണ്. എല്ലാം നല്ല മേലത്തെ സാധനങ്ങൾ തന്നെ ഇട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു വീടാണ്. ഇതിൽ തേക്കിൻ്റെ തടിയിൽ പണിത് കഴിപ്പിച്ചിരിക്കുന്ന 3 പാളിയുടെ ഒരു അലമാര കൊടുത്തിട്ടുണ്ട്. അത് തുറന്ന് നോക്കാം. ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ ഡോറ് വരുന്നത്. ഫൈബർ ഡോറാണ് ബാത്റൂമിന് കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിൽ നല്ല ഉയരത്തിൽ തന്നെ ടൈലുകളൊക്കെ, വാൾ ടൈലുകളെല്ലാം നല്ല ഭംഗിയുള്ള വാൾ ടൈലുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാം ബ്രാൻഡഡ് കമ്പനികളുടെ ഐറ്റംസാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ജോൺസൻ്റെ സൈഫോണിക് ക്ലോസറ്റാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ബാത്റൂം ഫിറ്റിങ്സുകളെല്ലാം ജോൺസൺ കമ്പനിയുടെ അതാണ് വന്നിരിക്കുന്നത്. എല്ലാം വാറണ്ടി ഉള്ള സാധനങ്ങളാണ്. ചൂടുവെള്ളത്തിൻ്റെയും പച്ചവെള്ളത്തിൻ്റെയും കണക്ഷൻ ചെയ്തിട്ടുണ്ട്. നിലവിൽ പച്ചവെള്ളത്തിൻ്റെ കണക്ഷനാണ് ടാപ്പ് കൊടുത്തിരിക്കുന്നത്. എക്സോസ് ഫാൻ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീടിനും സ്ഥലത്തിനും കൂടി ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 85 ലക്ഷം രൂപയാണ്. ഹോം ലോൺ ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ ജോലിക്കനുസരിച്ച് ലോൺ സൗകര്യം ഞങ്ങൾ ചെയ്തു നൽകുന്നതാണ്. നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം കാണാം. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂം നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ്. ഇതിലും കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. തേക്കിൻ തടികൾ കൊണ്ടുള്ള കബോർഡ് വർക്കുകളാണ്. ഇതിലും AC പോയിൻ്റ്, ട്യൂബ് ലൈറ്റ്, ഫാന്, ജനൽ കർട്ടൻ മുതലായ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. കബോർഡിനോട് ചേർന്ന് തന്നെ ഒരു സ്റ്റഡി ടേബിൾ എന്ന രീതിയിൽ ഉപയോഗിക്കാവുന്ന രീതിയിൽ ഗ്രാനൈറ്റ് ടോപ്പോട് കൂടി ഒരു ഭാഗം അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന ബാത്റൂം. നല്ല വലിപ്പമുള്ള ബാത്റൂമാണ്. മാറ്റ് ഫിനിഷിലുള്ളൊരു ടൈലാണ് നിലത്ത് വിരിച്ചിരിക്കുന്നത്. നല്ലൊരു ഡിസൈനിലുള്ള ടൈലുകളാണ്, വാൾ ടൈലുകളായിട്ട് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതും ജോൺസൻ്റെ തന്നെ ബാത്റൂം ഫിറ്റിങ്സുകളാണ് അതിൽ നമ്മളിപ്പോൾ കണ്ടത്. സ്വിച്ചുകളൊക്കെ വരുന്നത് പറഞ്ഞു V-ഗാർഡിൻ്റെ തന്നെയാണ് വരുന്നത്. നല്ലൊരു ഡിസൈനിൽ, നല്ലൊരു എൻജിനീയറുടെ മേൽനോട്ടത്തിൽ വരച്ചിരിക്കുന്ന ഒരു പ്ലാന്, നല്ല രീതിയിൽ, നല്ല മികച്ച രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു വീട്. ഇതാണ് നമ്മുടെ ഒരു വാഷ് ഏരിയ വരുന്നത്. വാഷ് ഏരിയയിലും അത്യാവശ്യം നല്ല ഡിസൈനിലുള്ള ടൈലുകൾ കൊടുത്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ നല്ല നല്ല വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. താഴെയൊക്കെ തേക്കിൻ തടിയിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന പാളികൾ കൊണ്ടുള്ള കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഒരു മൂന്നാമത്തെ ബെഡ്റൂം എന്ന് പറയുന്നത്. ഇതും നല്ല വലുപ്പമുള്ള ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിലും AC പോയിൻറ്റുകൾ, ഫാൻസി ലൈറ്റ്, ഫാന്, LED ലൈറ്റുകൾ, ജനൽ കർട്ടന് ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന ബാത്റൂം തുറന്ന് കാണാം. നല്ല മനോഹരമായിട്ട് രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന മറ്റൊരു ബാത്റൂം. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരിൽ ഭൂരിഭാഗം ആൾക്കാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. ദയവായി നിങ്ങൾ കൂടി നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ വീടുകളുടെ വീഡിയോസ് ഇനിയും ബ്ലൂ സ്കൈ ഹോംസിലൂടെ വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുന്നതിന് വേണ്ടി ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞാലേ നമുക്ക് കൂടുതൽ പ്രചോദനം ഉണ്ടാവുകയുള്ളൂ. എന്തെങ്കിലും തെറ്റ് കാര്യങ്ങളൊക്കെ ഇതിലും വരാം, അതൊക്കെ പറഞ്ഞു തരിക. അപ്പോൾ ഇതൊരു ഓപ്പൺ കിച്ചൺ മോഡലിലാണ് നമ്മൾ ഈ വീടിൻ്റെ കിച്ചൺ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഫാൻസി ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. കബോർഡുകൾ വരുന്നത് മുഴുവൻ തേക്കിൻ തടിയിലാണ്. അതോടൊപ്പം തന്നെ കിച്ചൺ ടോപ്പ് വരുന്നത് ഗ്രാനൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. ധാരാളം സ്റ്റോറേജ് സ്പേസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്, മുകളിലും താഴെയുമായിട്ട്. അതോടൊപ്പം തന്നെ ഇലക്ട്രിക് ചിമ്മിനി കൊടുത്തിട്ടുണ്ട്. ഈ കിച്ചണിലും ഇൻറ്റീരിയർ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. മാറ്റ് ഫിനിഷിലുള്ള ഒരു ടൈലാണ് ഇതിൽ കിച്ചണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെയായിട്ട് ഫ്രിഡ്ജിൻ്റെ ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട്. അവിടെയും കബോർഡുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. നല്ല വലിപ്പമുള്ള കിച്ചൺ തന്നെയാണ്.
ഈ വീട് പൂർണ്ണമായിട്ടും വാസ്തുശാസ്ത്രം അനുസരിച്ച് പണിതിരിക്കുന്ന ഒരു വീടാണ്. ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീനൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഏരിയ തിരിച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലും കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ താഴെയും കബോർഡുകളുണ്ട്. ഇവിടെ ഒരു വാഷ് ഏരിയ ഒക്കെ കൊടുത്തിട്ടുണ്ട്, ഒരു സിങ്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു വിറകടുപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് നമുക്ക് അരകല്ലൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു ഭാഗവും കൂടി നീക്കിയിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ വീടിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത്, സ്ഥലം വരുന്നത് 9.25 സെൻറ്റ് സ്ഥലമാണ്. പാലാ കോട്ടയം റൂട്ടിൽ മുത്തോലിക്ക് സമീപമായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. 9.25 സെൻറ്റ് സ്ഥലവും 1780 സ്ക്വയർ ഫീറ്റുമാണ് വീടിൻ്റെ വിസ്തീർണം വരുന്നത്. കിഴക്ക് ദർശനത്തിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ വില വരുന്നത് 85 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. ഇടപാടുകൾക്കനുസരിച്ച് വിലയിൽ മാറ്റം വരുത്തുന്നതാണ്. ലോൺ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യം ഞങ്ങൾ അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ്. അപ്പോൾ ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ള ആൾക്കാർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചിട്ട് വരിക. നിങ്ങളെ വീട് കൊണ്ടുപോയി കാണിക്കുന്നതായിരിക്കും. നല്ല സൗകര്യവും ഒക്കെ ഉള്ള ഒത്തുചേർന്ന ഒരു മനോഹരമായിട്ടുള്ളൊരു വീടാണ്. എത്രയും പെട്ടെന്ന് വിളിച്ചോളൂ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എത്രയും പെട്ടെന്ന് തന്നെ പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.